ലൈംഗികാധിക്ഷേപ കേസിൽ ജാമ്യം നിഷേധിച്ചതിനെതിരെ ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഹർജി കോടതി അല്പസമയത്തിനുള്ളിൽ തന്നെ പരിഗണിക്കും. ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് വാദം കേൾക്കുക. കെട്ടിച്ചമച്ച കഥയനുസരിച്ച് തയ്യാറാക്കിയ കേസെന്ന് ബോബി ചെമ്മണ്ണൂർ ഹർജിയിൽ പറയുന്നു. പരാതിയിൽ പറയുന്നതിന് വിപരീതമാണ് ചടങ്ങിൽ നടി സംസാരിച്ചത്. തന്നെ തടഞ്ഞുവെച്ചത് യൂണിഫോം ഇല്ലാതെ എത്തിയ ഒരു സംഘം ആളുകളാണെന്നും ബോബി ആരോപിച്ചു. സിജോ വി ജോൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കും. സിജോ, എപ്പോഴേക്ക് കേസ് പരിഗണിക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്? അല്പസമയത്തിനകം തന്നെ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്ന നിമിഷങ്ങളിൽ തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കും. എന്താണ് ഈ ജാമ്യ ഹർജിയിൽ കോടതിയുടെ നിലപാട് എന്ന് വ്യക്തമാകുകയും ചെയ്യും. ഇന്നലെ ആയിരുന്നു വിചാരണ കോടതി ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം ജില്ലാ കോടതിയെ സമീപിക്കുമെന്ന് ഇന്നലെ അഭിഭാഷകർ പറഞ്ഞെങ്കിലും വളരെ പെട്ടെന്ന് ഹൈക്കോടതിയിലേക്ക് തന്നെ നേരിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അല്പസമയം മുമ്പ് ഇത് സംബന്ധിച്ച ജാമ്യ അപേക്ഷ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ജാമ്യാപേക്ഷയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു കെട്ടിച്ചമച്ച ഒരു കേസാണ് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഈ സംഭവത്തിന് ആധാരമായ ഈ കേസിന് ആധാരമായ സംഭവത്തെക്കുറിച്ച് ഈ ഹർജിയിൽ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. ഉയർന്ന പ്രതിഫലം നൽകിയാണ് ഈ നടിയെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം ഈ ബോബി ചെമ്മണ്ണൂർ അവരെ സ്റ്റേജിലേക്ക് കൈപിടിച്ച് കയറ്റുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ വളരെ സന്തോഷവതിയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ അവർ ആ വീഡിയോ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൊക്കെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ആ സമയത്തൊന്നും ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു പരാതിയോ ആക്ഷേപമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം 5 മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു പരാതിയുമായി വരുന്നത്. അത് അന്നുണ്ടായ സംഭവങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ കേസിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതാണ് ഈ കേസിന് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. മറ്റൊരു കാര്യം, ഈ പോലീസിന്റെ നടപടിയെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഈ ഹർജിയിൽ പറയുന്നുണ്ട്. കാരണം നിയമവിരുദ്ധമായ രീതിയിൽ തന്നെയാണ് അറസ്റ്റ് നടന്നിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. തന്നെ കസ്റ്റഡിയിലെടുത്തത് യൂണിഫോമിലല്ലാത്ത ഉദ്യോഗസ്ഥരാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല 24 മണിക്കൂറിനകം ഇത്തരത്തിൽ കസ്റ്റഡിയിൽ വെച്ചു. അതും നിയമവിരുദ്ധമായ നടപടിയാണ് എന്നുള്ള കാര്യവും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഹണി റോസിനെതിരെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരാതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിരന്തരം ഈ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചുകൊണ്ട് തന്നെ അധിക്ഷേപിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ ഈ വിചാരണ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ, ഈ ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന് ഇവരുടെ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതിന് ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. ഇത് ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ചിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ജാമ്യം നൽകേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത് പരിശോധിക്കാത്തത് കൊണ്ടാണ് ജാമ്യം നിഷേധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് പോയിരിക്കുന്നതെന്നാണ് എന്തായാലും ഈ ജാമ്യ ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വളരെ പെട്ടെന്ന് ഹൈക്കോടതിയിലേക്ക് തന്നെ മൂവ് ചെയ്തതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. കാരണം ജില്ലാ കോടതിയിലേക്ക് അതായത് ഇന്നിപ്പോൾ ഈ കേസിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത എങ്ങനെയാണ്? കാരണം ദ്രുതഗതിയിൽ ഹൈക്കോടതിയിലേക്ക് പോയത് തന്നെ ഇനിയിപ്പോൾ 2 ദിവസം അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജാമ്യം നേടുക എന്ന ഉദ്ദേശത്തിലായിരിക്കുമല്ലോ. ഇന്നിപ്പോൾ സാധ്യതകൾ എന്താണ്? ഇന്ന് തന്നെ ജാമ്യം ലഭ്യമാകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം അത്തരത്തിലൊരു ജാമ്യ ഹർജി വരുമ്പോൾ സ്വാഭാവികമായും പോലീസിന്റെ ഉൾപ്പെടെ നിലപാട് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു നോട്ടീസ് അയക്കുക, പോലീസിന് നിലപാട് തേടുക, പ്രോസിക്യൂഷൻ നിലപാട് അറിയുക എന്നുള്ള കാര്യങ്ങളിലേക്കാകും പ്രാഥമിക ഘട്ടത്തിൽ കടക്കാനുള്ള സാധ്യത. പക്ഷേ ഇടക്കാല ജാമ്യം വേണം, അടിയന്തരമായ ജാമ്യം വേണം എന്നൊരു ആവശ്യം തന്നെയാവും എന്തായാലും ഉന്നയിക്കുക. അത് ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകരുടെ നീക്കത്തെ നമ്മൾ എടുത്തു കാണുന്നുണ്ട്. കാരണം നാളെയും മറ്റന്നാളും കോടതി അവധിയാണ്. പക്ഷേ സാങ്കേതികപരമായി ഇതിൽ ഓഫീസ് പ്രവർത്തനങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഇന്ന് ഹർജി ഫയൽ ചെയ്യുകയാണെങ്കിൽ അത് തിങ്കളാഴ്ചയോട് കൂടി തന്നെ പോലീസിൻ്റെയൊക്കെ നിലപാട് അറിയാൻ സാധിക്കും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച എത്തുമ്പോഴേക്കും ഈ കേസ് വീണ്ടും പരിഗണിക്കാനും അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ വീണ്ടും പരിഗണിക്കുന്നതിനും അന്ന് തന്നെ ജാമ്യം ഉറപ്പാക്കാനുള്ള ശ്രമത്തിലേക്കാണ് പോകാനുള്ള നീക്കം. എന്തായാലും നമുക്ക് പൂർണ്ണമായും ഇന്ന് കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എത്രയും വേഗം ജാമ്യം ലഭ്യമാകുക എന്നൊരു കണക്കൂട്ടലോടുകൂടി തന്നെയാണ് അഭിഭാഷകർ ഹൈക്കോടതിയിൽ തന്നെ ജാമ്യാപേക്ഷയെ സമീപിച്ചിരിക്കുന്നത്. ശരി, ലൈംഗികാധിക്ഷേപ കേസിൽ ജാമ്യം നിഷേധിച്ചതിനെതിരെ ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഹർജി പരിഗണിക്കുന്ന മുറയ്ക്ക് സിജോയിലേക്ക് വീണ്ടും എത്താം.